ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ നനച്ചുള്ളിയും കാര്യങ്ങളൊക്കെ ഏകദേശം സമാപനത്തിലേക്ക് എത്തുന്നുണ്ട് കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ പെട്ടെന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊന്ന് പുറത്ത് പോയി വരാനുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞേരം എനിക്ക് തോന്നി ഇന്ന് ഡൈനിയാളും കൊലായും ഒക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാമെന്നുള്ളത് കേട്ടോ. അപ്പം മക്കളൊക്കെ സ്കൂളിൽ അംഗനവാടിയിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഫ്രീ ആണ് കേട്ടോ. അങ്ങനെ നേരെ ഞാൻ ചൂലും എല്ലാം എടുത്തിട്ട് നമ്മൾ നനച്ചുളി അടുത്ത ഘട്ടത്തിലേക്ക് ഒരുങ്ങാണ് കേട്ടോ. എൻ്റെ റൂമിൻ്റെ നനച്ചുളിയും കാര്യങ്ങളൊക്കെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക കേട്ടോ. അങ്ങനെ ഞാൻ വേഗം ഡൈനിയാളിലെത്തിയിട്ട് കർട്ടന് മേലെ അത്യാവശ്യം നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചൂല് വെച്ചിട്ട് തന്നെ ആ കർട്ടൻ മേലെ പൊടിയൊക്കെ മാറ്റി കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഫാൻ എനിക്ക് എത്താൻ കഴിയുന്നത്തോളം ഞാൻ തട്ടിയെടുത്ത് പൊടിയൊക്കെ പോക്കിയിട്ടുണ്ട്. ഇനി ഡൈനിയാളിൽ ഇതേപോലത്തെ ഒരു ഷോക്കേസ് ഉണ്ട് കേട്ടോ. ഇതിൽ സാധനം മുഴുവനും ഞാൻ ടേബിൾ മേലേക്ക് മാറ്റി. അത് കഴിഞ്ഞപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വല്ലാതെ നനവില്ലാത്ത കോലത്തിലുള്ള ഒരു തുണി എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്വിച്ച് ബോർഡ് മേലെ ഇച്ചിരി ചളിയുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് പിന്നെ നമ്മൾ വേഗം ചവിട്ടിയും കാര്യങ്ങളൊക്കെ ഒന്ന് അലക്കാനുള്ളത് എടുത്ത് കൊണ്ടുപോയി മീൻസ് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മൊത്തം മാറാലൊക്കെ തട്ടി കഴിഞ്ഞു കേട്ടോ. പിന്നെ നിലത്തേക്കാണ് ബാക്കിയുള്ള ചമ്മലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചു. അടിച്ചു വരുന്ന സമയത്ത് തന്നെ വല്ല പേപ്പറും കാര്യങ്ങളൊക്കെ ആവശ്യമില്ലാത്ത ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ നിലത്തേക്ക് ഇടും. പിന്നെ അങ്ങനെ അടിച്ചു വാരി നമ്മൾ കത്തിക്കുക, അങ്ങനെയാണ് കേട്ടോ വിചാരിക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ബോക്സിലാണ് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളും മരുന്നുകളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കേട്ടോ. അതൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കണം. കാരണം നമ്മൾ എത്രത്തോളം അറേഞ്ച് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് പിറ്റേത്തെ ദിവസം അത് ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണോ അലങ്കോലമായിട്ടുള്ളത് അതേപോലെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ഈ ഒരു ഷോക്കേസ് നനഞ്ഞൊരു ക്ലോത്ത് ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതൊന്ന് ജസ്റ്റ് ഉണങ്ങിയതിന് ശേഷമാണ് പിന്നെ നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങളും മുഴുവനായിട്ട് ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്താ പറയുക, ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ ആവശ്യമുള്ളത് എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നല്ല ഈസി ആവും. വെറുതെ ഇങ്ങനെ ഒരു സ്ഥലം മെനക്കെടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ആവശ്യമുള്ള സാധനം മാത്രം ഷോക്കേസിൽ വെച്ചിട്ട് ബാക്കിയുള്ള പേപ്പറും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നിങ്ങളിപ്പോൾ ഈ അടിച്ചുകൂട്ടി വാരി കൊണ്ടുപോകുന്നത് കാണുന്നത് കേട്ടോ. അങ്ങനെ ഡൈനിയാൾ മൊത്തം ഒന്ന് അടിച്ചാരി എടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ കൊലായിലേക്ക് പോകുന്നത്. കൊലായിൽ പിന്നെ നമുക്ക് മാറാല തട്ടാനും അങ്ങനത്തെ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അങ്ങനെ ജനലിൻ്റെ എടുത്ത് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് ചെതലല്ല ഉറക്കത്തും പൊടി ഉണ്ടല്ല അതും പിന്നെ നമ്മൾ കുറച്ച് പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് ചൂല് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്ന് തട്ടി അടിച്ചാരി നേരെ കൊലായിലേക്ക് കൊണ്ടുപോയിടുന്നുണ്ട് കേട്ടോ. ഇവിടെ മലപ്പുറം ഭാഗത്ത് കൊലായിക്ക് പകരം തായര എന്നാണ് പറയാറുള്ളത്. ഞാൻ പണ്ടേ മുതൽ കൊലായി എന്ന് പറഞ്ഞിട്ട് എനിക്കതാണ് കേട്ടോ ശീലമുള്ളത്. അങ്ങനെ ഞാൻ കൊലായിലെത്തിയിട്ട് മൊത്തം ഒന്ന് മാറാലും കാര്യങ്ങളൊക്കെ ഒന്ന് തട്ടിയെടുക്കുന്നുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും നല്ലപോലെ മാറാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷോക്കേസ് ഇതേപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് നമ്മൾ കൊലായിൽ മൊത്തം മാറാലേക്ക് ഒന്ന് തട്ടി അകമൊക്കെ ഒന്ന് അടിച്ചാരി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ പണി അവിടെ കഴിഞ്ഞപ്പം നേരെ ഡൈനിയാളിൽ വന്നിട്ട് നമ്മളെ മേശ ഉണ്ടല്ലോ അത് നല്ലപോലെ നനഞ്ഞ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തന്നെ ഒന്നും കൂടി നല്ലപോലെ ഒരു 2-3 പ്രാവശ്യം തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടേബിൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടോ അല്ലെങ്കിൽ നീക്കാനോ എനിക്ക് കഴിയില്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് കഴിയാവുന്ന രീതിയിൽ പറ്റാവുന്ന രീതിയിൽ ഞാനത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ഈ ഒരു ജനലുണ്ടല്ലോ ആ ജനലിൻ്റെ പൊളിയൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തേച്ച് കീകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ വാതിൽ മേലെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വാതിലും നല്ലപോലെ വെള്ളം ഒഴിച്ചിട്ട് മൊത്തം വാതിൽ പൊളിയും വാതിലിൻ്റെ ആ ഒരു എന്താ പറയുക ഇതുണ്ടല്ലോ അതും ഒക്കെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ വൃത്തിയാക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മൾ സിങ്ക് ഒന്ന് നല്ലപോലെ ഒന്ന് വാഷ് ബേസ് ഉണ്ടല്ലോ അത് നല്ലപോലെ വൃത്തിയാക്കുന്നതായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിലാണ് അവിടുത്തെ വൃത്തിയാക്കുന്ന കമ്പി ജസ്റ്റ് ഒന്ന് കൈ കൊണ്ടിട്ട് മുറിയായിട്ടോ. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നനച്ചുള്ളി ആയിക്കോട്ടെ വീട്ടിൽ എന്ത് പണി എടുക്കുകയാണെങ്കിലും ഇതുപോലെ എന്തെങ്കിലും ഒന്നുണ്ടാവും കേട്ടോ. കൈ മുറിയാനോ അല്ലെങ്കിൽ ചെറിയ ഇഞ്ചുറീസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി പിന്നെ മൊത്തം ഒന്ന് അടിച്ചാരി തുടച്ചിട്ടപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ സമാധാനം ഉണ്ടായിരുന്നു കേട്ടോ. പിറ്റേ ദിവസം ഞാൻ പാത്രപ്പുരയിൽ പോയിട്ടോ. എടവണ്ണപ്പാറയുള്ള ഇവിടെ അത്യാവശ്യം നല്ല ഓഫറുകളും ഉണ്ട്, അതേപോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ.
അങ്ങനെ വന്നതാണ്. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അവിടെ എത്തിയപ്പം സത്യം പറഞ്ഞാൽ 2-3 പ്രാവശ്യം ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വാങ്ങണം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമില്ലാത്തതൊക്കെ വാങ്ങും, പക്ഷെ ആവശ്യമുള്ളത് മാത്രമേ ഞാൻ വാങ്ങി പോന്നിട്ടുള്ളൂ കേട്ടോ. അല്ലെങ്കിലും പെണ്ണുങ്ങളെ എവിടെ ഓഫർ കണ്ടാലും പെട്ടെന്ന് ചാടി എണീറ്റ് വീഴുമല്ലോ. അപ്പം ഞാൻ നല്ലപോലെ നോക്കിയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ 2-3 ദിവസം എന്താ പറയുക 2-3 പ്രാവശ്യമായിട്ട് പോയിട്ട് വാങ്ങി കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങളായിട്ട് കാണിക്കുക, ജസ്റ്റ് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു നമ്മുടെ ഇഞ്ചി കുത്തുന്ന ആ ഒരു ഇതുണ്ടല്ലോ ഒരല് പോലെ, ഇത് ഞാൻ ഇതിന് 90-100 രൂപ എങ്ങാനും ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് എനിക്ക് അത്യാവശ്യമുള്ളൊരു സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനത് പെട്ടെന്ന് കണ്ടപ്പം അത് വാങ്ങിയിട്ടോ. ഇത് എന്തായാലും മസ്റ്റായിട്ട് വേണ്ടതാണ്. അപ്പോൾ അത് വാങ്ങി. അതിന് 100 രൂപേൻ്റെ അടുത്ത് അങ്ങനെ എന്തോ ഉള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇതുപോലത്തെ ഒക്കെ നല്ലപോലെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സംഭവം വാങ്ങി കേട്ടോ. ഇതിന് വെറും റേറ്റ് വരുന്നത് 90 രൂപയുള്ളൂ കേട്ടോ. ഇതെനിക്ക് തോന്നുന്നത് പുറത്തൊക്കെ നല്ല വില ഉണ്ടാവും കേട്ടോ. അവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. അതേപോലെ നമ്മൾ അപ്പങ്ങളൊക്കെ കോരാൻ വേണ്ടിയിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കയ്യിൽ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് എനിക്ക് അത്യാവശ്യമുള്ള സാധനമായിരുന്നു, അത്യാവശ്യമുള്ള മാത്രം വാങ്ങിയിട്ടുള്ളൂ. അതേപോലെ ഇത് നമുക്ക് ചിക്കനോ എന്തെങ്കിലുമൊക്കെ പൊരിച്ചെടുക്കാൻ പെട്ടെന്ന് കുറച്ചൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അടുത്ത വാങ്ങിയിട്ടുള്ളത് പത്തിരിക്ക പൊടി വാട്ടുന്ന സമയത്ത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ചെമ്പട്ടി എന്നോ വിചാരിക്കുന്നുണ്ട് കേട്ടോ വാങ്ങണം എന്നുള്ളത്. അപ്പോൾ മീഡിയം വലുപ്പത്തിലുള്ള ആ ചെമ്പട്ടി എടുത്ത കൂട്ടത്തിൽ അതിൻ്റെ മൂടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇതിന് ഏകദേശം റേറ്റ് വരുന്നത് 200 രൂപ അങ്ങനെയാണ് കേട്ടോ. ഇത് തൂക്കിങ്ങാണ്ടാണ് കേട്ടോ നമ്മൾ വാങ്ങാം. അപ്പോൾ ഇതിൻ്റെ കുറച്ചും കൂടി വലുപ്പമുള്ള ചെമ്പട്ടി എൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു മീഡിയം വലുപ്പത്തിലുള്ളത് വാങ്ങി. പിന്നെ ഈ ഒരു ജഗ്ഗിന് വെറും 40 രൂപയാണ് കേട്ടോ ആയിട്ടുള്ളത്. നല്ല ക്വാളിറ്റിയുള്ള ഒരു ജഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് സാധനങ്ങൾ എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതാണ് കേട്ടോ. ആ കൂട്ടത്തിൽ പെട്ടതാണ് കേട്ടോ ഈ ഒരു ബോക്സിലുള്ളത്. ഈ ബോക്സിലുള്ള ചെറിയൊരു എന്താ പറയുക ബൗളാണ് കേട്ടോ. ഇത് കുറച്ച് വലുപ്പമുള്ളതാണ്. ജസ്റ്റ് ഒന്ന് ഞാൻ പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല എന്താ പറയുക പൊട്ടുന്ന ആ ഒരു ടൈപ്പിലുള്ള ഒരു എന്താ പറയുക കറിയൊക്കെ ഒഴിച്ച് വെക്കാൻ പറ്റിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സ് ഇപ്പോൾ സാബുനൈരിനോടൊക്കെ നമ്മൾ ഉണ്ടാക്കലില്ലേ പഴം എന്താ പറയുക പാൽവായ്ക്ക അതൊക്കെ ഒഴിച്ചിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ച് വലുപ്പത്തിലുള്ള ഒരു പാത്രമാണ് കേട്ടോ. ഒരു ബൗൾ പോലെയുള്ള പാത്രമാണ്. അപ്പോൾ ഇത് 2 വരുന്നുണ്ട് ഈ ഒരു സെറ്റിൽ. അപ്പോൾ ഇത് എനിക്ക് കിട്ടിയതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കിട്ടിയതും കൂടി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. ഇനിയിപ്പോൾ നോമ്പ് കാര്യങ്ങളൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ പൈസ ഉണ്ടായപ്പോൾ അങ്ങനെ വാങ്ങിയെന്നുള്ളൂ കേട്ടോ. പിന്നെ അതെ ഇതുപോലത്തെ ചെറിയ അളക്കുകൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറിയ കുപ്പികളാണ് കേട്ടോ. ഇതിന് വരുന്നത് 50 രൂപയാണ് കേട്ടോ. അപ്പോൾ ഏതോ നമുക്ക് ഡിസ്കൗണ്ടായിട്ട് കിട്ടും. അങ്ങനെ 50 രൂപയ്ക്ക് ഞാൻ ഒരു 4-5 വാങ്ങിയിട്ടുണ്ട് ഈ ഒരു വലുപ്പത്തിൽ കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു വലുപ്പത്തിൽ വാങ്ങിയിട്ടുള്ളത് 2-3 ആയിട്ടേ ഉള്ളൂ വാങ്ങിയിട്ടുള്ളത്. ഈ ഒരു ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഉള്ളിൽ ഒരു സ്പൂണായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പൊടിയും കാര്യങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ഐറ്റംസ് എന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ആ ഒരു കുപ്പിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് പ്രിൻറ്റഡ് ആയതുകൊണ്ട് തന്നെ പണ്ടൊക്കെ ആയിരുന്നു കേട്ടോ ഇതുപോലുള്ള പ്രിൻ്റൊക്കെ എല്ലാവരും ഉപയോഗിക്കാറുള്ളത്. പക്ഷേ ജസ്റ്റ് എനിക്കിത് കണ്ടപ്പോൾ നല്ല ഇഷ്ടമായി, അപ്പോൾ എടുത്തതാണ്. പിന്നെന്താ ഇതൊരു 1 കിലോൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ മഞ്ഞൾപ്പൊടി ആയിക്കോട്ടെ, മുളക് പൊടി, മല്ലിപ്പൊടി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് 1 കിലോനൊക്കെ സംഭവം എൻ്റെ അടുത്ത് 1 കിലോനൊക്കെ ഉണ്ടാവുള്ളൂ. അതിന് കുറേ ദിവസത്തേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ട് വെക്കാൻ പറ്റിയിട്ടുള്ളൊരു പാത്രം അന്വേഷിച്ച് നടക്കായിരുന്നു. അങ്ങനെ ഞാൻ പോയതാണ് കേട്ടോ ഉള്ള ഇടവണ്ണപ്പാറുള്ള വായക്കാട് റോഡിനുള്ള പാത്രപ്പുരയിലേക്ക് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല ഡിസ്കൗണ്ട് ഉണ്ട് നേരത്തെ പറഞ്ഞ പോലെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ നമ്മൾ പാത്രം വെക്കുന്ന സ്റ്റാൻഡ് കേട്ടോ. എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ സ്റ്റീലിൻ്റെ ഒരു പാത്രം വെക്കുന്ന സ്റ്റാൻഡ് ഇല്ലായിരുന്നു കേട്ടോ. ആദ്യം തന്നെ ഞാൻ വാങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പാത്രം വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ. അതിന് ഏകദേശം 800ൻ്റെ അടുത്ത് റേറ്റ് വരുന്നുള്ളൂ കേട്ടോ. പക്ഷെ പുറത്തൊക്കെ നല്ല റേറ്റാണ് കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ആ ഒരു ഓഫറിൽ ഫസ്റ്റായിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. ഞാൻ വാങ്ങിയിട്ടുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ വൃത്തിക്ക് കഴുകിങ്ങാണ്ട് വെള്ളം ചോരാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക കേട്ടോ.
അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ കിട്ടുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.